നമസ്കാരം. ഒഡീസ യുവതാരം പവേർഡ് ബൈ മിന TMD 500യുടെ സെമി ഫൈനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊള്ളുന്നു. സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ റിയാലിറ്റി ഷോ എന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയത്. സെമി ഫൈനൽ ഇവിടെ ശരിക്കും നമ്മൾ ഈ യാത്രയിൽ ഉടനീളം കണ്ടുമുട്ടിയത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ മനസ്സിലുള്ള നന്മ നിറഞ്ഞ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പ്രയത്നിക്കാൻ മനസ്സുള്ള, ആർജവമുള്ള ചെറുപ്പക്കാരികളെയാണ്. അവരുടെ ഈ യുവത്വം സമൂഹത്തിന് ഇന്ന് ഈ യുവതലമുറ ശരിക്കും നന്നായി ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള തിരിച്ചടി തന്നെയായിരുന്നു അവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും അവരുടെ ആശയങ്ങളും. ഒരു പക്ഷേ സമൂഹത്തിൽ ഇന്ന് യുവത്വം ഇങ്ങനെയാണ് എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി തന്നെയായിരുന്നു ഈ യുവത്വത്തിൻ്റെ യാത്ര. ഈ യുവത്വം മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെയും നടത്തിയെടുക്കാൻ ഒരു പക്ഷേ ഈ യാത്രയിൽ കഴിഞ്ഞില്ലെങ്കിലും കുറേയധികം മികച്ച തുടക്കങ്ങൾ ഇവിടെ നമ്മൾ കണ്ടു. അതൊക്കെ തന്നെ ജീവിതത്തിലുടനീളം പ്രവർത്തിക്കുവാനും സാമൂഹ്യ നന്മയുടെ ഭാഗമാകുവാനും എപ്പോഴും മനസ്സുള്ളവരാണ് ഈ യുവതാരങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയുടെ ഇടയിൽ കുറച്ചു പേരൊക്കെ നമ്മളെ വിട്ടുപോയി എങ്കിലും അവർ ഇപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയോടെ മികച്ച ആശയങ്ങളിലൂടെ തിളങ്ങി നിൽക്കുന്നു എന്നും പ്രേക്ഷകരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ യുവതാരങ്ങളിൽ വിജയികളാകാൻ എല്ലാവർക്കും സാധിക്കില്ല. ജയപരാജയങ്ങൾ ഇവിടെ വിഷയമല്ല. എങ്കിലും പ്രേക്ഷകർ ഒരു റിയാലിറ്റി ഷോ എന്ന സങ്കല്പത്തിൽ ഇത് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വിജയിയെ പ്രഖ്യാപിക്കണം. അതുകൊണ്ട് ആ യാത്രയിലേക്ക്, സെമി ഫൈനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. നമ്മുടെ യുവതാരങ്ങൾക്ക് വഴികാട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. മോഹൻകുമാർ സാർ സ്വാഗതം. മധുപാൽ സാർ സ്വാഗതം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ഗസ്റ്റിനെ. സ്വാഗതം സരയു. ഈ അധ്യായത്തിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലപ്പുറം സ്വദേശിയായ ഷിഹാബിനെ. ഷിഹാബ് സ്വാഗതം. ഷിഹാബ് സ്വാഗതം. ഇത് നമ്മൾ ഒരു മത്സരമായിട്ട് നമ്മുടെ യുവതാരങ്ങൾ ആരും തന്നെ കണ്ടിരുന്നില്ല. കൂട്ടായ ഒരു ശ്രമം എന്നുള്ളതാണ്. പക്ഷേ മത്സരമായിട്ട് ഒരു വശത്ത് മത്സരമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മത്സരം എന്ന് പറയുകയാണെങ്കിൽ അത് ചൂട് പിടിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ടാസ്ക് എന്താണ് ചെയ്തതെന്ന് കണ്ടു നോക്കാം. വരൂ. സാമൂഹ്യ നന്മയെ ലക്ഷ്യമാക്കി നമ്മുടെ യുവതാരങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വിജയം കൈവരിക്കുന്നു എന്നത് ഏറെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായ മലപ്പുറത്തിൻ്റെ സ്വന്തം ഷിഹാബുദ്ദീനാണ് ടാസ്ക് റൗണ്ടുമായി എന്നോടൊപ്പം. ഷിഹാബ്, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വന്ന് എല്ലാവരും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയല്ലേ ഷിഹാബിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടാസ്കുമായിട്ട് നമ്മൾ നിൽക്കുന്നത് താലൂക്ക് ആശുപത്രിയുടെ മുൻപിലാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാനെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി തന്നെയാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു. നമ്മുടെ ഈ ഒരു വർഷത്തിനിടയിൽ മലപ്പുറം ജില്ലയിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ 40,000-ഓളം ശസ്ത്രക്രിയകൾ നടന്നു. അപ്പോൾ എൻ്റെ കസിൻ്റെ ഒരു ഡെലിവറിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ പ്രസവ വാർഡിൽ കൂടി വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ മാക്സിമം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഞങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കാശ് കളക്ട് ചെയ്തിട്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടി, അവിടെ 25 ബെഡാണ് ഇപ്പോൾ വാർഡിലുള്ളത്. അപ്പോൾ ഓരോ ബെഡിനും ഓരോ ചെയർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കൊതുകിൻ്റെ ശല്യം നല്ലോണം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ ജനവാദിൽ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും കയറി പോയിട്ടുണ്ട്. വേറെ നെറ്റ് അടിച്ച് കൊടുത്തിട്ട് പിന്നെ അതുപോലെ ഒരു ഫ്ലെക്സ് അവിടെ വെക്കണം. നമുക്ക് ഇങ്ങനെ അമ്മ ഇങ്ങനെ മക്കളെ സ്നേഹിക്കണം, എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ കുറിച്ചൊരു ഫ്ലെക്സ് നമ്മൾ അടിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. ഈ ഫണ്ട് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടിയോ? പിന്നെ ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട് അപ്പോൾ ഓരോ സ്കൂളിലും ക്ലാസ് എടുക്കുമ്പോൾ അവർ തരുന്ന ക്യാഷൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റൂൾ വാങ്ങാനും അതുപോലെ നെറ്റ് വാങ്ങാനും നമ്മൾ ഉപയോഗിച്ച കാശ്. എന്തായാലും നല്ലൊരു മനസ്സുണ്ട് ഷിഹാബിനെ. കൂടെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടല്ലേ? വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ.
വാർഡിലേക്ക് നിങ്ങൾക്ക് കൂടെ കിടക്കുന്ന അല്ലെങ്കിൽ കൂടെ രോഗികളെ കൂടെ നിൽക്കുന്നവർക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ വേണ്ടി ഒരു നല്ല മനസ്സിൻ്റെ ഉടമ ഇവിടെ വന്നിട്ടുണ്ട്, ഷിഹാബുദ്ദീൻ. നിങ്ങൾക്ക് അവരെ ആളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ചിലപ്പോൾ അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. പക്ഷെ അവൻ നമ്മളെ കടത്തിപ്പെട്ടിക്കൊണ്ട് നമുക്കാണ് അവൻ ചെയ്തു തരുന്നത്. ഒരു ഗവൺമെൻറ് ആശുപത്രിക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനസ്സ് കാട്ടിയ ഷിഹാബുദ്ദീൻ ആശുപത്രിയുടെ പേരിലും ഇവിടെ ഈ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന, അതായത് നിങ്ങൾ സൈഡിലും നിൽക്കുന്ന എല്ലാവരെയും കഷ്ടപ്പാട് കണ്ടുകൊണ്ട്, നേരിട്ട് കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു മനസ്സ് അവന് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അവിടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നേരത്തെ സാർ സൂചിപ്പിച്ചു, ഇവിടെ എല്ലാ ജനവാതിലിനും നെറ്റ് അടിച്ചിട്ടും വീണ്ടും 3-4 പ്രാവശ്യം അടിക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങളെ ഓരോരുത്തരും തന്നെയാണ് നശിപ്പിച്ച് കളയുന്നതെന്ന് സാർ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കയറിയ നെറ്റൊക്കെ നമ്മൾ വീണ്ടും അടിക്കും. അപ്പോൾ അത് നമ്മുടെ ഹോസ്പിറ്റലാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ ചെയർ നമ്മുടെ സൂപ്രണ്ട് സാറിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ എന്താ ചെയ്തിരുന്നേ? ഞങ്ങൾ നിൽക്കും, ഇവിടെ നിൽക്കും, ഞങ്ങൾ രോഗിയുടെ കൂടെ നിൽക്കുമല്ലോ. രോഗികളുടെ കൂടെ നിൽക്കും ഞങ്ങൾ. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഓപ്പറേഷൻ ചെയ്ത് കണ്ടൊക്കെ പിന്നെ പടിമ കുത്തന് തിന്നാൻ വിചാരിച്ചവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ അതിലൊക്കെ വലിയ ഹയറായി ഞങ്ങൾക്ക് ഓപ്പറേഷക്കാരൊക്കെ ഇതിമയറ്റിക്കാണ്ട് ഭക്ഷണം കൊടുക്കാനും ഹയറായി തന്നു. അതിന് ഇനി തരാനുള്ള ആയുസിനും തെറ്റ അതിന് നന്ദിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് ഷിഹാബ് ഈ ഹോസ്പിറ്റലിലേക്ക് ചെയ്ത ഒരു വലിയ കാര്യത്തെക്കുറിച്ച് കാണാനും അതുമായി സഹകരിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കൊതുകുകൾ കടക്കാതിരിക്കാൻ നെറ്റ് തുടങ്ങിയ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്ത ഷിഹാബിൻ്റെ ഈ ശീലം അതൊരു വലിയ ഒരു പാഠമാണ്. നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഒരു പാഠമാണ്, ഒരു നല്ല കാര്യമായി തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക്? ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് അതിലേറെ അത്ഭുതം തോന്നിയത് നമ്മൾ ആ ഓരോ വാർഡിലും ചെയർ കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള അമ്മമാരുടെ ഒരു സന്തോഷം ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പറഞ്ഞ് ഇങ്ങനെ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട ആളുകളൊന്നും ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ആശുപത്രികളാണ്. അപ്പോൾ അവിടെ സൗകര്യങ്ങൾ ഞങ്ങളെ അത്രയ്ക്കും സന്തോഷിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വാക്കുകൾ ഒരുപാട് സന്തോഷം തന്നു. വീണ്ടും നല്ല നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുന്ന വാക്കുകളായിരുന്നു അവിടെ നിന്ന് കിട്ടിയത്.
സന്തോഷമായി അല്ലേ? അപ്പോൾ ഷിഹാബ് പറഞ്ഞ പോലെ ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ് ഷിഹാബ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജഡ്ജസിനും ഇഷ്ടമായെന്ന് നമുക്കറിയണ്ടേ. നമുക്ക് കമൻസിലേക്ക് പോവാം. ടാസ്ക് റൗണ്ടിൽ ഷിഹാബ് ഏറ്റെടുത്ത പ്രവൃത്തി അത് എത്രത്തോളം ഫലം കാണുന്നു എന്ന് ജഡ്ജസിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാം. മോഹൻകുമാർ സർ. സിഹാബ്, ഹായ് സർ. നല്ലൊരു ടാസ്ക്കാണ് സിഹാബ് ഏറ്റെടുത്തിരിക്കുന്നത്. താങ്ക് യു സർ. സിഹാബ് സ്വയം കണ്ടെത്തിയതാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കസിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ ചെന്നിരുന്നു. അപ്പോൾ കസിനെ കാണാൻ വേണ്ടി അവിടെ ചെന്ന സമയത്താണ് ഇത് അറിയുന്നത്. അപ്പോൾ ഓരോ വർഷം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന ഒരു ആശുപത്രിയാണ് അതെന്ന് അതിൻ്റെ തൊട്ട് മുമ്പ് പത്രത്തിൽ വന്നിരുന്നു. എനിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം 25-26 ഒക്കെ ഉണ്ട് അവിടെ ബെഡുകൾ. അപ്പോൾ അവിടേക്കൊക്കെ ഓരോ ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കാനുള്ള ക്യാഷ് സാമ്പത്തികമായിട്ട് എനിക്ക് കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ക്യാഷൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തു. ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് മാത്രമാണോ ചെയ്തത്, അതോ വേറെ ആരെങ്കിലും സംഭാവന തന്നോ? ഇല്ല, മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് ചെയ്തത്. ഒരുപാട് പൈസ ആയോ? ഇല്ല, കുറച്ച്. എത്ര സ്റ്റൂളുകൾ കൊടുത്തു? 25 സ്റ്റൂള്. പിന്നെ നെറ്റെല്ലാം ചെയ്തു. പക്ഷെ എനിക്കതിനകത്ത് സിയാബ് ചെയ്ത വലിയൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും എന്നെ കൂടുതൽ ഇമ്പ്രസ് ചെയ്തൊരു കാര്യം, സിയാബ് 2 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു, ഇത് കൊടുക്കാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, ഇത് ഞങ്ങൾ തരുന്നു, പക്ഷേ ഇത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നൊരു കാര്യം സിയാബ് അവിടെ കൊടുത്തവരോടൊക്കെ പറഞ്ഞു. നല്ലൊരു കാര്യം അത്. അപ്പോൾ രണ്ടാമത് സിയാബ് പറഞ്ഞു, നമ്മുടെ സ്വന്തം സ്ഥാപനമാണെന്നൊരു ധാരണ നിങ്ങൾക്ക് വേണമെന്നും പറഞ്ഞു. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് മുഴുവനും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമായത്. കാര്യം നമ്മുടെ ഈ പൊതുസ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും മോശമായിട്ട് കാണുന്നത് അല്ലേ? നമ്മുടെ വീട് ഒരിക്കലും മോശമാക്കിയിടാൻ നമ്മൾ നോക്കില്ല, വീട് കഴിയുന്നത്ര നമ്മൾ വൃത്തിയാക്കിയിടും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡ് നമ്മൾ ചീത്തയാക്കും, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കും. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നോക്കിയാൽ പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്ത സർക്കാർ സ്ഥാപനങ്ങളുടെ വരെ ഫ്രണ്ടിൽ എല്ലാ സംഘടനകളും രാഷ്ട്രീയക്കാരും പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കി വയ്ക്കുന്നതാണ്. നമ്മുടെ പബ്ലിക് ഓഫീസിലൊക്കെ ചെന്ന് കാണാം, അവിടെയൊക്കെ പെയിൻറ്റിങ് അങ്ങോട്ട് കഴിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഉടനെ ഞാൻ എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് നാശമാക്കി വൃത്തികേടാക്കി കളയും. നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു കുഴപ്പമാണ് അത്. ആ 2 കാര്യങ്ങളും സിയാബ് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് കൊടുക്കാൻ നേരം. ഇത് കൊടുത്ത നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നന്നായിട്ട് നിങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടെ നിങ്ങൾക്കുണ്ട് എന്നവരെ സിയാബ് ഓർമ്മിപ്പിച്ചു. അതാണ് സിയാബിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടൊരു വലിയ ഒരു സംഭാവനയായിട്ട് എനിക്ക് തോന്നിയത്. കൺഗ്രാറ്റ്സ്. നല്ല ഒരു ടാസ്ക്കാണ് ഏറ്റെടുത്തത്. മധുപാൽ സർ. ഷിഹാബുദ്ദീൻ സർ, ഈ മനുഷ്യൻ മനസ്സിലാക്കുന്ന കാലത്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റുക അല്ലേ? അങ്ങനൊരു ജീവിതം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഷിഹാബ് കാണുന്നുണ്ട്. കാരണം ഷിഹാബിൻ്റെ ഒരു യാത്ര തുടക്കം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ വീടിനടുത്ത് നിന്ന് അച്ഛൻ പുറത്തേക്ക് കൊണ്ടുവന്ന് കൂട്ടുകാരുമായിട്ടുള്ള സഹവാസത്തിലൂടെ വളർന്ന് ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ശരിക്കും ജയത്ത് കാണുന്ന എല്ലാ മനുഷ്യന്മാരും നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ആ തിരിച്ചറിവിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയിട്ടുണ്ട് എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു. അതൊരു വലിയ കാര്യമാണ് അല്ലേ? നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ഏത് നിസ്സാര പൈസയാവട്ടെ, ചെറിയ മറ്റുള്ളവരിൽ നിന്നതിനേക്കാൾ ഉപരി സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് അത് ചെയ്യുമ്പോഴാണ് അതിന് വില കൂടുന്നത്, ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് വില ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നതും ഇത്തരം രീതിയിലുള്ള പ്രവൃത്തികളിലൂടെയാണ്. ആ പ്രവൃത്തികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സർ. സറയൂ. ഷിഹാബുദ്ദീൻ ചേച്ചി, വളരെ നല്ലൊരു ശ്രമമായിരുന്നു. നമ്മളുടെയൊക്കെ ഒരു കാഴ്ചയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഈ ലെവലിലാണ് കാണുന്നത്. ഷിഹാബുദ്ദീന് ഈ ലെവലിൽ നിന്ന് ഒരു വലിയൊരു പ്രശ്നം കാണാൻ സാധിച്ചു. സാധാരണ ആരും ചിന്തിക്കാത്തൊരു വിഷയമാണ്, പക്ഷേ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇരിക്കാൻ ഒരു സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് രോഗികളും ബൈസ്റ്റാൻഡേഴ്സും ഉണ്ട്. അവർക്ക് നല്ലൊരു സാന്ത്വനം തന്നെയാണ് ഷിഹാബുദ്ദീൻ നൽകിയത്. വളരെ മികച്ച ഒരു ശ്രമം തന്നെ. ആ പുതിയ അമ്മമാർക്കും ആ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു സാന്ത്വനം, ആ അമ്മമാരുടെ അനുഗ്രഹമൊക്കെ എല്ലാം ഷിഹാബുദ്ദീൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റവസ്ഥകളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നുവോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തോന്നിയത് ഇതായിരുന്നു. മറ്റൊരു അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അതെ, മറ്റു വിഷയങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. അതിനെന്തെങ്കിലുമൊക്കെ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസമാണിത്. പക്ഷെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പേടിയാവും. അവിടെ ചെന്നിട്ട് ഒരാഴ്ച ഫുൾ അവിടെ നിൽക്കേണ്ടി വരുമല്ലോ, തറയിൽ കിടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ.
അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു ദിവസം സന്തോഷത്തോടു കൂടി മാത്രം ഓർക്കാൻ പറ്റുന്നൊരു ദിവസമാക്കി മാറ്റണമെങ്കിൽ അവിടെ അത്രയും സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാവണം. അത് ചെയ്യാൻ വിചാരിച്ചു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഷിഹാബ്, വലിയ വലിയ ആശയങ്ങൾ, ഈ വലിയ വലിയ ആശയങ്ങൾക്ക് എത്ര മാർക്സ് കൂടെ വരും എന്നറിയണം അല്ലേ? ചോദിക്കാം. മോഹൻകുമാർ സർ. സിഹാബ് സർ, അഭിനന്ദനങ്ങളും 20-ൽ 14 മാർക്കും. താങ്ക് യു സർ. മധുപാൽ സർ. ഷിഹാബുദ്ദീൻ സർ, 20-ൽ 14. താങ്ക് യു സർ. സരയു. ഷിഹാബുദ്ദീൻ 10-ൽ 7 മാർക്ക്. താങ്ക് യു ചേച്ചി. സോണിയ ചേച്ചി തുടങ്ങിയ സമയത്ത് പറഞ്ഞത് ഒരു കോമ്പറ്റീഷൻ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടസ്റ്റൻസ് തമ്മിൽ. അത് ഈ ഷോയിൽ വിജയിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾക്കാവണം ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം ചെയ്യാൻ എനിക്ക് കഴിയണമെന്ന കാര്യത്തിന് വേണ്ടി ഞങ്ങൾ മത്സരിക്കുമായിരുന്നു. ആ മത്സരം ഞങ്ങൾ എല്ലാവരും പോകുന്നത് വരെ ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും ഈ ഒരു ഷോയിൽ എനിക്ക് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ട് മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യും. ഞാൻ അവിടുത്തെ ടാസ്ക് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കുകയാണ്. ആ മത്സരം ഇവിടെ സെമി ഫൈനൽ വരെ എത്തി നിൽക്കുന്നത് സന്തോഷമുണ്ട്. ഇത്രയും കാര്യം ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച. കാരണം ഒരു ചാലും ചെയ്യാൻ തയ്യാറാകാത്തൊരു കാര്യമാണിത്. കാരണം ഒരുപാട് പാട്ടും ഡാൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഒരു നല്ല കാര്യം കണ്ടെത്തിയിട്ട് അതിലൂടെ ഒരു മത്സരത്തിലൂടെ അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം, ആ ഒരു ഷോയിൽ സെമി വരെ എത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഷിഹാബുദ്ദീൻ, അങ്ങനെ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ യുവതാരങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം ഈ വേദിയിലുള്ളതും പ്രേക്ഷകർക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് യുവതാരം ലക്ഷ്യമിടുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഗംഭീരമായിട്ടുള്ള ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ, അതിലേക്ക് നടന്നെടുക്കാൻ ഓരോരുത്തർക്കും കഴിയുന്നതും. അതുകൊണ്ട് ജീവിതയാത്രയിലുടനീളം ഈ മനോഭാവം കാത്തു സൂക്ഷിക്കുക. ഷിഹാബുദ്ദീന് ഈ റൗണ്ടിൽ 35 മാർക്സാണ് കിട്ടുന്നത്. അപ്പോൾ മികച്ച ടാസ്ക്, മികച്ച പെർഫോമൻസും ഒക്കെ ആയിട്ട് വീണ്ടും ഗംഭീരമായിട്ടുള്ള യാത്ര തുടരുക. എല്ലാവിധ ആശംസകളും നേരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ ശ്യാമയാണ് ടാസ്ക് റൗണ്ടിൽ ഈ വേദിയിലേക്ക് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്യാമയെ. ശ്യാമ, സ്വാഗതം. ശ്യാമ ടാസ്ക് റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ടാസ്ക് റൗണ്ടിൽ, ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ടാസ്ക് റൗണ്ടിൽ എന്ത് ലഭ്യമായി ശ്യാമ എന്ന വ്യക്തിക്ക്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി ആ ടാസ്ക് ചെയ്തപ്പോൾ. ഓക്കെ, ഇവിടെ ഈ വേദിയിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് സംതൃപ്തിയും സന്തോഷമാണ് ഉണ്ടാവാറ്. അത് എങ്ങനെയാണ് എന്ന് അതേ ഡെപ്തിൽ ഞങ്ങൾക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് വീഡിയോ കോളിലേക്ക് പോകാം. ആയിരത്തി 1991 എൻ്റെ ഭർത്താവ് ശരീരം തളർന്ന് ഈ അവസ്ഥയിലായത്. അതിനുശേഷം ഞാൻ വളരെയേറെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അനുഭവിച്ച് എൻ്റെ ബന്ധുക്കൾ 2-3 വർഷം വരെ അവർ നല്ല രീതിയിൽ സഹായിച്ചു. അതിനുശേഷം പിന്നെ ഒരു സഹായവും ഇല്ലാതെ വളരെയേറെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. കടങ്ങൾ വാങ്ങിച്ച് വളരെയേറെ ഞങ്ങൾക്ക് കച്ചവടമൊക്കെ ചെയ്തു നോക്കി. പലിശക്കാരുടെ നിന്ന് കടങ്ങൾ വാങ്ങിച്ച് കച്ചവടം ചെയ്ത് എത്രയും അവർ എന്നെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് അല്പം വസ്തു ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ എനിക്ക് അല്പം വസ്തു ഉണ്ടായിരുന്നതിന് മകളെ അയക്കാൻ വേണ്ടി വിറ്റ് അവളെ വിവാഹം കഴിച്ചയച്ചു. അതിനുശേഷം എനിക്ക് മൂത്ത മകനാണെങ്കിൽ ജന്നിയുടെ അസുഖം ഉള്ളത് കൊണ്ട് അവൻ പിന്നെ ജോലിക്ക് എനിക്ക് വിടാനും നിവർത്തിയില്ലാത്ത അവസ്ഥ. ഇളയ മകനാണ് ജോലി ചെയ്ത് വീട്ടു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഇടയില്ലാത്ത അവസ്ഥയിൽ ഇപ്പോഴും വാടക വീട്ടിലാണ് കിടക്കുന്നത്. അങ്ങനെ ആണ് നമ്മുടെ ശ്യാമ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും എൻ്റെ ചേട്ടൻ്റെ മോൻ 1.5 സെൻറ്റ് സ്ഥലം തന്നങ്ങനെ ശ്യാമ വന്നിങ്ങനെ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞു. വളരെയേറെ അവൾ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരിൽ നിന്നും പൈസ സംഗ്രഹിച്ച് നല്ല ഒരു പ്രവർത്തനമാണ് ആ പിള്ള കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അവൾ ചെയ്യുന്ന ഉപകാരങ്ങൾ എത്രയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
ഭർത്താവാണെങ്കിൽ ഇപ്പം തീരാവശ്യതയിലാണ്. എന്നാലും ഈ വയ്യാത്ത കൈ വെച്ചും കൊണ്ട് 2000 കവിത എഴുതിയിട്ടുണ്ട് അവർ. 500 കവിതയിൽ കൂടുതൽ ട്യൂൺ ചെയ്ത് നല്ലവണ്ണം പാടും. ഇളകും ജലത്തിൽ ഇറങ്ങുവാൻ കഴിവില്ലാതെ കുളജലസ്പന്ദനം നോക്കിക്കിടക്കുന്നു ഞാൻ. തളർന്നുപോയി എന്നിലെ നോവകറ്റണേ, പുളകാത്ഭുത ഭാഗ്യമേകണേ രക്ഷക. ഞങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? മുമ്പത്തേക്കാൾ ശ്വാസവും കൂടുതൽ തന്നെ ഇപ്പോഴും തീരെ വയ്യ അവസ്ഥയിൽ തന്നെ. ഡോക്ടേഴ്സൊക്കെ വരാറുണ്ടോ? ഡോക്ടേഴ്സ് വരാറുണ്ട്. ഈ മാസം വന്നായിരുന്നോ? വന്നു, രാവിലെ ആദ്യം വന്നു. അപ്പോൾ ബാക്കിയുള്ള ദിവസം ഈ ഡ്രസ്സൊക്കെ ആര് ചെയ്തു തരും? എല്ലാം ഭാര്യ തന്നെ. എല്ലാം ആൻറ്റിയാണല്ലോ എല്ലാം ചെയ്യുന്നത്. മക്കളൊക്കെ എങ്ങനെ? മക്കള് എല്ലാം ചെയ്യും, പിന്നെ അവരൊന്നും ഇവിടെ കാണൂല. ജയരാജ് അങ്കിളിന് വീടെന്നുള്ള ഒരു സ്വപ്നം ഞാൻ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഞാനിവിടെ തുടങ്ങിക്കഴിഞ്ഞു. എന്നെക്കൊണ്ട് കൂട്ടുകാർ കൂടാത്ത ഒരു ദൗത്യത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇതിനു വേണ്ടിയിട്ട്. അത് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനിതിനു വേണ്ടി ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം എന്നെ സഹായിക്കാമെന്നും വാക്ക് തന്നിട്ടുണ്ട്. ജയരാജ് അങ്കിളുടെ ഈ സ്വപ്നത്തിന് എന്തായാലും ഞാൻ നിറം നൽകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത നാളിലാണ് ശ്യാമ എന്ന യുവതാരം എന്ന പ്രോഗ്രാമിലെ കണ്ടസ്റ്റൻ്റ് ആയിരിക്കുന്ന കുട്ടിയെപ്പറ്റി അറിയാൻ സാധിച്ചത്. അവളുടെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് അറിയുവാനിടയായി. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വിജയരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം വന്ന് സന്ദർശിക്കുകയും അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോവുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഈ കാണുന്ന രീതിയിൽ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി പല വ്യക്തികളിൽ നിന്നും സ്വരുക്കൂട്ടിയ കാശും ആയിട്ട് ഈ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ ഭവനത്തിൽ വന്ന് അവരെ സഹായിക്കേണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് പണി നടക്കുന്നത്.
ഇനി ബാക്കി എത്ര കട്ടയൊക്കെ വേണ്ടി? 350 പേരില് രണ്ട് എതിരം മണ്ണ് ബാർക്ക്, 2 എതിരം ചെല്ലി, പിന്നെ ഒരു 50 വർഷം മറ്റേ 50 അതാ മറ്റേ മൊത്തം പൂശാൻ വേണ്ടി പൂശല്ലേ, മൊത്തം കോൺക്രീറ്റിന് മാത്രം 35 സിമന്റ്. ഇതിപ്പോ എത്ര കുറച്ച് ഈ ഭാഗം കൂടെ കറക്റ്റ് ആക്കാനുള്ള ഉണ്ടാവില്ല? കുറേയൊക്കെ കെട്ടാറുണ്ട്. പിന്നെ ചാരത്തിന്റെ പൊക്കം വരെ നമുക്ക് കെട്ടാനുള്ള സാധനമാണ്. പിന്നെ അടുത്ത് ഞങ്ങൾ പോകുമ്പോഴൊക്കെ വരാണെങ്കിൽ അടുത്ത കെട്ടിനുള്ള സാധനങ്ങളാണ്. വീടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ പണിയെന്ന് പറയുന്നത് എനിക്ക് സ്വപ്നം പോലെയാണ്. ഉടൻ തന്നെ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആൻറ്റി, ഇത് അങ്കിളിന് വേണ്ടിയിട്ടാണ് വാട്ടർ ബെഡ് മെത്ത മാറ്റി ഇത് ചെയ്ത് കൊടുക്കണം. ചൂടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഒരാശ്വാസമാവും. വീടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കട്ടില വെച്ച് കഴിഞ്ഞു, 2 ജനല വെച്ച് കഴിഞ്ഞു. ഇനി ഞാനിവരോടൊക്കെ ചോദിച്ചു നമുക്കിനി എത്ര ബഡ്ജറ്റാവും. അവരൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനി എനിക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതലുള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ ഈ വീട് പൂർത്തീകരിച്ച് അങ്കിളിനും ആൻറ്റിക്കും കുടുംബത്തിനും ഇങ്ങോട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം ഞാൻ ഉടനെ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. പണി ഇത്ര ആയപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കാരണം അവർക്കൊരു വീട് എന്നുള്ള അവരുടെ സ്വപ്നം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ തന്നെ ഈ പണി പുരോഗമിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ ചേച്ചി, വാക്കുകൾക്ക് അതീതമായ സന്തോഷമാണ് അന്നേരം അനുഭവപ്പെട്ടത്. വാക്കുകൾക്കായിട്ട് ഒരുപാട് തപ്പി തടയുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. ശരി, നമുക്ക് ജഡ്ജസിനോട് അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കാം. മോഹൻകുമാർ സർ. ശ്യാമ, സർ, നല്ലൊരു ടാസ്ക്കാണ് ഏറ്റെടുത്ത് ചെയ്തത്. താങ്ക് യു സർ. ഞാൻ അതിലേറ്റവും അധികം കാണുന്നത് ശ്യാമയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. വളരെ ആത്മാർത്ഥതയുള്ളൊരു ഇൻവോൾവ്മെൻ്റ് അതിലുണ്ട്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. അപ്പോൾ ആ വീടിനെ കുറിച്ചുള്ള നറേഷൻ ഇടയ്ക്കൊക്കെ ശ്യാമ അറിയാതെയാണെങ്കിലും എൻ്റെ ഈ വീട് എന്നാണ് ശ്യാമ പറയുന്നത്. എൻ്റെ വീട് എന്നുള്ള അർത്ഥത്തിലാണ് ശ്യാമ പറയുന്നത്. അത്രയ്ക്കൊരു ഇൻവോൾവ്മെൻറ്റ് ശ്യാമ ഇതിനകത്ത് കാണിച്ചിരുന്നു. പിന്നെ ഇദ്ദേഹം എന്തായിരുന്നു ഈ വിജയരാജ് എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ജയരാജ്. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം 24 വർഷം മുമ്പ് ട്രാൻസ്പോർട്ടിൽ ഡ്രൈവറായിരുന്നു. പക്ഷേ സ്ഥിരമായില്ല. അതിന് മുന്നേ തന്നെ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് കിടപ്പായി പോയതാണ്. അപ്പം അന്ന് മുതൽ ഈ ആൻറ്റി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ 2 പേരെയും വളർത്തിയത്. പക്ഷേ 3 പേരുണ്ട്. ഒരാൾ കല്യാണം കഴിഞ്ഞ് പോയി, പെൺകുട്ടിയാണ്. പിന്നെ പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അല്ല, അദ്ദേഹം കവിതകളൊക്കെ എഴുതുമായിരുന്നു. കവിതകൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് എനിക്ക് അത്ഭുതം തോന്നി. കാരണം ആ കൈ വെച്ചിട്ട് എങ്ങനെ എഴുതുന്നതെന്ന് അറിയാൻ വയ്യ. ഈ അവസ്ഥയിലും എഴുതുന്നു. പിന്നെ ട്യൂൺ ചെയ്തതായിട്ടൊക്കെ പറഞ്ഞു കേട്ടു. ട്യൂൺ ചെയ്ത് പാടുമായിരുന്നു. പക്ഷെ ഇപ്പം സുഖമില്ലാത്തത് കാരണം പാടാനുള്ള അസ്വസ്ഥത, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പള്ളിയിലൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു എന്ന് പറഞ്ഞു. വീട് പണി ഉടൻ വരെയായി. വീട് പണി 3/4 ഭാഗമായി, ലിൻഡിൽ വരെ ആയി. അത് കഴിഞ്ഞിട്ടുള്ള കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാസം 15-ാം തീയതിക്ക് ശേഷം ചെയ്യാൻ വേണ്ടി വെച്ചേക്കുകയാണ്. കാരണം ലയൺസ് ക്ലബ്ബുകാർ ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു. അബ്ദുൽ കലാം എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്, അത് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു സെക്ഷൻ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പം പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ അല്ല, പുറത്താണ്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ബാക്കി ചെയ്യാനായിട്ടുള്ള ഹെൽപ്പെല്ലാം അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് സ്വരൂപിച്ചത്? ഫണ്ട് ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടു ഇതിന് വേണ്ടിയിട്ട്. ചലഞ്ച് മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്ദിര മാഡം ഉണ്ട്, അവരെ കണ്ടു, കുറച്ച് കാശ് അവരും തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ, അച്ഛൻ, പിന്നെ പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആളുണ്ട്, അവൻ സഹായിച്ചു. അങ്ങനെ കുറച്ച് പേരെ സഹായിച്ചത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തേത് തുടങ്ങിയത്. ബാക്കി വരുന്നതെന്ന് പറഞ്ഞൊരു വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അത് നമുക്ക് ലോക്കലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അത്രയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ക്ലബിനെ സമീപിച്ചത്. അപ്പോൾ അവരെന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വേഗം തന്നെ വീട് പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ശ്യാമയുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ, അതുപോലെ അവരുടെ ആ കുടുംബത്തിൻ്റെ സ്വപ്നവും സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു എഫർട്ടാണ് ശ്യാമ എടുത്തത്. താങ്ക് യു സർ. മധുപാൽ സർ. ശ്യാമ, സർ. അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഈ മനസ്സിൽ നന്മയുണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റൊരാളുടെ സങ്കടം കൂടെ കാണാൻ കഴിയുക, അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നു, ഇപ്പോൾ ഈ പുറത്തുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അവരാദ്യം തിരക്ക് എന്തിനാണ് ഇപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പല തട്ടിപ്പ് നടക്കുന്നത് കാരണം അവർ ആദ്യം ഇങ്ങനെ ഒന്ന് മടിച്ചു. എന്നിട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് പ്രൂവ് ചെയ്യാനൊരു വഴിയുണ്ട്. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ജനങ്ങൾ മുഴുവനും കാണും. ഞാൻ അതിനകത്ത് ഒരു തട്ടിപ്പ് നടത്തുന്നില്ല എന്നുള്ളത് എനിക്ക് പെർഫെക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കാൻ മടി തോന്നിയില്ല. എന്തായാലും ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ പോലും നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതിനുള്ള ഓട്ടമാണ്, അല്ലേ? ആ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ശ്രമം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തുകയാണ്. അത് എനിക്ക് ഇപ്പം ഞാൻ ഫൈനലിൽ പോവോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. വിന്നർ ആയാലും ഇല്ലെങ്കിലും അല്ല, ഞാൻ ഫൈനലിലോട്ട് പോയില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല. ഈ ഒരു ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഈ യുവതാരം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നോ രണ്ടാം സ്ഥാനത്തെത്തുന്നോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് ഒരു കാര്യം നടത്തിയെടുക്കണം, അല്ലേ? അത് ഒരു ശ്രമമാണ്. ചിലപ്പോൾ ഒരു വലിയ വീട് അല്ലെങ്കിൽ അത്രയും പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്നൊരു അവസരം ആ വീടുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, നമുക്കറിയില്ല. അത് ചെയ്തു വരുമ്പോൾ അത്രയും പേർക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ വീടിനെ മാറ്റിയെടുക്കുന്നത് ആ വീട്ടിലെ ജീവിതവും കൂടിയാണ്, അവരുടെ മനസ്സ് കൂടിയാണ്. ശ്യാമ അവരുടെ മനസ്സിനോടൊപ്പമാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാനൊരു മനസ്സുമായിട്ട് അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഇത്രയും ആളുകൾ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ശ്യാമയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പം ആ ആളുകളോടൊപ്പമുള്ള ഓട്ടത്തിൽ ശ്യാമ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എന്നുള്ളതിനേക്കാൾ ഉപരി ശ്യാമ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒന്നാം സ്ഥാനത്തെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്യാമയ്ക്ക് ഈ മനസ്സ് സജീവമായിട്ട് എപ്പാലത്തും എന്നും നിലനിർത്താനുള്ള അവസ്ഥയും അവസരവും ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. സരയു. ശ്യാമ, വളരെ വളരെ നല്ലൊരു ശ്രമം. താങ്ക് യു. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയോ ഈ ഒരു ടാസ്കിന് വേണ്ടിയോ അല്ല ശ്യാമയുടെ ആ എഫേർട്ട് എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു ശ്യാമയ്ക്ക്. പക്ഷെ അതിലപ്പുറമുള്ള കുറച്ച് വലിയ ഒരു സ്വപ്നം തന്നെയാണ് ശ്യാമയുടേത്. അതൊരു കല്ലും മണ്ണും ചേർന്നൊരു കെട്ടിടം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നന്മയും സ്നേഹവും സൗഹൃദവും ആശ്രയവും എല്ലാം ചേരുന്ന ഒരു വീടായി അതിപ്പോഴേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ശ്യാമയ്ക്ക് സാധിക്കട്ടെ. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ ശ്യാമയ്ക്ക് സാധിക്കട്ടെ. മാസത്തിൽ ഒരു തവണ മാത്രമേ ഡോക്ടേഴ്സ് വരുന്നുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. കാലിൽ ചെറിയ വ്രണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ ദിവസവും ഭാര്യ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ റുട്ടീൻ അല്ലാതെ അതിനപ്പുറം അദ്ദേഹത്തിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാൻ സാധിക്കുക? അദ്ദേഹത്തിന് ഞാൻ വാർഡ് മെമ്പറാണ് ഈ ഒരു കാര്യം തന്നെ ചെയ്തു കൊടുത്തത്. അപ്പം ഇതിലപ്പുറം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നും അവർക്ക് വന്നിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത്തരം കാര്യങ്ങളും കൂടി നന്നായി നടക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നോ? സ്ഥലം ആ ആൻറ്റിയുടെ സഹോദരൻ കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് സുമനസ്സുകൾ ഒത്തുചേർന്ന് എത്രയും വേഗം ആ വീട് ആ ഒരു സ്വപ്ന ഭവനം പൂർത്തിയാവട്ടെ. ശ്യാമയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു ചേച്ചി. ശ്യാമ ചേച്ചി മാർക്സ് ചോദിച്ചറിയാം. മോഹൻകുമാർ സർ. ശ്യാമ, മാർക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ.
നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ദിരാ ആവാസ് യോജന എന്നൊരു പാർപ്പിട പദ്ധതിയുണ്ട്. അതിൽ BPL കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ വീട് വയ്ക്കാനുള്ള ധനസഹായം കിട്ടും. അദ്ദേഹം കാഷ്വൽ ലേബറർ ആയിരുന്നു അല്ലേ? അദ്ദേഹം സ്ഥിരമായിട്ട് ഡ്രൈവർ ആയിരുന്നില്ല, സ്ഥിരം എംപ്ലോയി ആയിരുന്നില്ല. പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. പെൻഷൻ ചെറിയ എന്തോ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ. എന്നാലും ഇപ്പോഴും BPL കുടുംബമല്ലേ, BPL ലിസ്റ്റിലുള്ള കുടുംബമായിരിക്കുമല്ലോ അല്ലേ? അവരുടെ കുടുംബത്തിൻ്റെ പരിസ്ഥിതിയെ കണ്ടിട്ട് ഒരു ബിലോ പോവർട്ടി ലൈൻ വിഭാഗത്തിൽ പെടാവുന്നൊരു കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദിരാ ആവാസ് യോജനയിലെ 2 ലക്ഷം രൂപ വരെ വീട് വയ്ക്കാനായിട്ട് ധനസഹായം കിട്ടാനായിട്ട് വ്യവസ്ഥയുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. പഞ്ചായത്തിലെ ഗ്രാമസഭ കൂടി തീരുമാനമെടുത്ത് ആ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നേ ഉള്ളൂ. അതൊന്ന് നോക്കണം, എന്തുകൊണ്ട് നടന്നില്ല എന്ന് നോക്കണം, ഒന്ന് പരിശോധിക്കണം എന്താണ് കിട്ടാതെ പോയതെന്ന്. വളരെ ജെന്യൂനായ ഒരു കേസാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം. പക്ഷേ ശ്യാമയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, ശ്യാമയുടെ സ്നേഹത്തിൽ ചാലിച്ചുള്ളൊരു ഒരു ഒരു ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ യുവതാരത്തിലൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്കല്ല, അതിനപ്പുറം ശ്യാമയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ശ്യാമ അത് ഏറ്റെടുത്തിരിക്കുന്നത്. ശ്യാമയ്ക്ക് 20ൽ 15 മാർക്ക്. മധുപാൽ സർ. ശ്യാമ, മോഹൻ സാർ ഇത് ചോദിച്ചതിനൊരു കാരണം കൊണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണത്. അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലെ ആ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് അല്ലേ, വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ അവിടെയുള്ള ഈ കൺസേൺഡ് വാർഡ് മെമ്പർ ഒരാൾ സെറീന സംസാരിക്കുകയുണ്ടായിട്ട്. അപ്പം അവർ ആ പ്രദേശത്തുള്ള സ്ത്രീയാണ്, അവർക്കറിയാം, സെറീനയ്ക്ക് പരിചിതമായ ആളുകളാണ്. അപ്പോൾ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ സംസാരിച്ച് അതൊരു അപ്ലിക്കേഷനാക്കി മാറ്റി അതിൻ്റെ പ്രൊസീഡിങ്സ് നടത്തി മുകളിലേക്ക് അയക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്കാണ് അത് എത്തുന്നത്. സ്വാഭാവികമായിട്ടും സാധ്യതകൾ ഉണ്ടാകുമ്പോൾ കൺസേൺഡ് ആളുകൾക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലൂടെയുള്ള പ്രവർത്തനം നടത്തിയെടുത്താൽ ശ്യാമയുടെ ജോലി കുറേ കൂടി എളുപ്പമാകും. അപ്പം അതുകൂടെ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാർ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്തു തരാൻ സാധിക്കും. അതിനുള്ള ശ്രമം കൂടി ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ, പൊതുപ്രവർത്തനത്തെ താല്പര്യമുള്ള ഒരാളെന്നുള്ള രീതിയിൽ, യുവതാരം എന്ന് പറയുന്ന ഈ കമ്മിറ്റഡ് പ്രോഗ്രാമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനുള്ള ശ്രമം കൂടി ശ്യാമയ്ക്കുണ്ടാവണം. തീർച്ചയായിട്ടും ശ്രമിക്കുമല്ലോ? 20ൽ 15 മാർക്ക്. സരയു. Shyama, my mark is 8 out of 10. ടോട്ടൽ 38 മാർക്സ് ആണ് ശ്യാമയ്ക്ക് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ ഒരു ഉദ്യമമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അത് എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ. ഒപ്പം ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെതായ ആനുകൂല്യങ്ങൾ അത് എന്താണെന്ന് തിരിച്ചറിയുവാനും അതിനുവേണ്ടി അത് ലഭ്യമാകാൻ കുറച്ച് സമയതാമസമോ അല്ലെങ്കിൽ കുറച്ച് പ്രയാസമോ ഉണ്ടാവാം. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ ആളുകൾ വേണം. അത്തരത്തിൽ പ്രവർത്തിക്കുവാനും ശ്യാമയ്ക്കാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. തിരുവനന്തപുരം സ്വദേശിനിയായ ലക്ഷ്മി ശ്രീ ഓമനക്കുട്ടനാണ് പെർഫോമൻസ് റൗണ്ടിൽ ഈ വേദിയിലേക്ക് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ലക്ഷ്മി ശ്രീ ഓമനക്കുട്ടനെ. ലക്ഷ്മി ശ്രീ, സ്വാഗതം. ലക്ഷ്മി ശ്രീ ചേച്ചി, നല്ല വേഷഭൂഷാദികളൊക്കെ ഇട്ട് താങ്ക് യു ചേച്ചി. നല്ല മികച്ച ഒരു പെർഫോമൻസ് തന്നെ ഇവിടെ കാഴ്ചവെക്കാൻ ലക്ഷ്മിക്കാകട്ടെ. എന്താണ് ഇന്ന് ഞങ്ങളെ അതിശയിപ്പിക്കാനായിട്ട് കയ്യിൽ കരുതി വെച്ചിട്ടുള്ളത്? ചേച്ചി, അത് ഒരു വലിയൊരു സന്തോഷമായിട്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഒരു വലിയ ഗായിക KB സുന്ദരാമ്പാൾ എന്ന ആ അമ്മയുടെ വലിയൊരു ഗായികയാണ് അമ്മ. അമ്മയുടെ പാട്ടാണ് ഞാൻ ഈ വേദിയിൽ പാടാൻ പോകുന്നത്. സ്റ്റേജ് ഷോയിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്, പക്ഷേ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായും അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ, അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആശംസകൾ നേരുന്നു. താങ്ക് യു ചേച്ചി. ஓடுங்கால் ஓடி உள்ள முருகி இசை பாடுங்கால் பாட வந்தேன் பரம்பொருளே. ஓடுங்கால் ஓடி உள்ள முருகி இசை பாடுங்கால் பாட வந்தேன் பரம்பொருளே. ஆடுங்கால் எடுத்து நடமிடுவாய் இறைவாகும் தமிழமுதை படித்த நான் பாடும்படி. உன் தமிழமுதை படித்த நான் பாடும்படி. தக 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 என ஆடவா, சிவசக்தி சக்தி சக்தியோடு ஆடவா. தக 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 தன ஆடவா, சிவசக்தி சக்தி சக்தியோடு ஆடவா.
ആലക്കാലനെ ആലക്കാട്ടിനിൽ ആടിടും നായകനെ നീലകണ്ഠനെ വേദനായക നീലിയൻ കാവലനെ ആലക്കാലനെ ആലക്കാട്ടിനിൽ ആടിടും നായകനെ നീലകണ്ഠനെ വേദനായക നീലിയൻ കാവലനെ முத்துக்கொடி சக்தி குலைமகள் வித்துப்பொரு வெள்ளம் துணையன வற்றிக்கொடி வருவாய் நெஞ்சில் விளையாட தித்திப்பணி இரவன் பெயரொரு பக்தி தரும் பரமன் துணையோடு துப்பக்கொடு மனிதர் குலமொழி இடைபாடு தத்தத்தல ஒரு வகை அறிவினி மொத்தம் தெளி அனுபவ மனிதர் முத்துக்குகள் தருவாய் அவர்கள் உறவாட தித்திப்பல திமி 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 என தத்த கொடி தக தக தகதன தத்தத்தன அழகின நனவிடு உலகாடு திண்ணைக்கு ஏழேறி திரவைக்கு பத்தாடு இருளோடி எனையாளவா இயகிசை நாடகம் முத்தமிழ் தன்னிலே இயங்கிய உலகாளவா உலகத்தின் நிதியே சமயத்தின் பொருளே இதயத்தை அறிவே இருளுக்குள் ஒளியே உலகத்தின் நிதியே சமயத்தின் பொருளே இதயத்தை அறிவே இருளுக்குள் ஒளியே ஆடவா நடமாடவா விளையாடவா உலகாடவா ஆடவா நடமாடவா விளையாடவா உலகாடவா நாதகீத போத வேத பாவராக தாளமோடு நாதகீத போத வேத பாவராக தாளமோடு அடியவர் திருமுடி வணங்கிட கொடி உயர்ந்திட படை நடந்திட அடியவர் திருமுடி வணங்கிட கொடி உயர்ந்திட படை நடந்திட
നമഃ ശിവായ. ലക്ഷ്മി ശ്രീ ചേച്ചി, പെർഫോമൻസ് റൗണ്ടിൽ ഈ പാട്ടിന് എത്ര മാർക്സ് ലഭിക്കുന്നു എന്നറിയണം, കമൻസ് കേൾക്കണം അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ചോദിച്ചാലോ? ശരി, സരയൂ. ലക്ഷ്മി ശ്രീ ചേച്ചി ഗംഭീരമായിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് പാട്ടിനെ പറ്റി ആധികാരികമായി സംസാരിക്കാനുള്ള അറിവ് തീരെയില്ല. എങ്കിലും ഒരു സാധാരണ കേൾവിക്കാരി എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഞാൻ ആസ്വദിച്ചു. ആ ഒരു കംപ്ലീറ്റ് മൂഡ് കൊണ്ടുവരാൻ, ആ ഒരു എനർജി സോങ്ങിലൂടെ തന്നെ കൊണ്ടുവരാനായിട്ട് ലക്ഷ്മി ശ്രീക്ക് സാധിച്ചു. പിന്നെ പറയണ്ട, മ്യൂസിക് പഠിക്കുന്ന ഒരാളാണ് അല്ലേ, സംഗീതം അറിയാവുന്ന ഒരാളാണ്, സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതെ, അതിൻ്റെ റിസൾട്ട് എന്തായാലും പാട്ടിൽ കാണാനുണ്ടായിരുന്നു. ഒരു പെർഫോമൻസ് റൗണ്ടിന് ആപ്റ്റായിട്ടുള്ള ഒരു പാട്ട് തന്നെ എടുത്തു, ഗംഭീരമായി പാടി, സുന്ദരിക്കുട്ടിയായിട്ടിരിക്കുന്നു. ആരാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യിച്ചു തന്നത്? സാരിയൊക്കെ ഉടുപ്പിച്ചത് അമ്മ, പിന്നെ മേക്കപ്പിലെ ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ചേട്ടന്മാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അവരൊക്കെ കൂടെ തന്നെ ഒരുക്കിയത്. എല്ലാവരും കൂടെ സുന്ദരിയാക്കിയിട്ടുണ്ട്. സുന്ദരിയാണ്, ഒന്നും കൂടെ സുന്ദരിയായി. എൻ്റെ മാർക്ക് 30-ൽ 22. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. മധുപാൽ സർ. ലക്ഷ്മിശ്രീ സർ ഗംഭീരമായിട്ട് പാടി, താങ്ക് യു സർ. നന്നായിട്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല ശരിക്കും ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയില്ലേ, നമ്മൾ അതാണ് ഇവിടെ കണ്ടതും കേട്ടതും. താങ്ക് യു സർ. അങ്ങനെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് വോയിസ് വളരെയധികം കൺട്രോൾ ചെയ്ത് എന്നൊരു വേരിയേഷൻസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ലക്ഷ്മി ശ്രമിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സർ. ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുമ്പോൾ 2 ശബ്ദങ്ങൾ പോലും അതിനകത്തുണ്ടായിരുന്നു അല്ലേ, പല തരത്തിൽ 2 ശബ്ദങ്ങളുണ്ട്. അതിന് 2 ശബ്ദങ്ങൾ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. 10-ൽ 6 മാർക്ക്. താങ്ക് യു സർ. മോഹൻകുമാർ സർ. ലക്ഷ്മിശ്രീ സർ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. അങ്ങനെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല, പക്ഷേ നല്ല താളബോധത്തോടെ പാടി. പിന്നെ ഒരു പാട്ടിൻ്റെ ഒരു കരുത്ത് ഫീൽ ചെയ്തു. നല്ലൊരു വളരെ എനർജറ്റിക് ആയിരുന്നു. താങ്ക് യു സർ. നന്നായി പാടി. 10-ൽ 6 മാർക്ക്. താങ്ക് യു സർ. ടോട്ടൽ 34 മാർക്സ് ആണ് പെർഫോമൻസ് റൗണ്ടിൽ ലക്ഷ്മി ശ്രീക്ക് സ്വന്തമായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മിടുക്കി കുട്ടിയായിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലക്ഷ്മി ശ്രീ ഓമനക്കുട്ടൻ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, ഒപ്പം വളരെ ഊർജ്ജസ്വലമായ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. തീർച്ചയായും ഈ ഒരു അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ അധ്യായം ഇവിടെ വിടവാങ്ങുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. Till then, take care and bye bye.